ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദേ ഇന്നൊരു അടിപൊളി ചമ്മന്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ചമ്മന്തിക്കറി എന്ന് പറയുമ്പോൾ ആരും സ്കിപ്പ് അടിക്കാനായിട്ട് നിൽക്കല്ലേ, ഈ ഫുള്ളാവണം ഒന്ന് കണ്ടു നോക്കണേ. നല്ല കുറുകുറുത്ത അടിപൊളി ആയിട്ടുള്ള ചമ്മന്തിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു ടിപ്പും കൂടെ ലാസ്റ്റ് ഞാൻ പറയാവേ. അപ്പോൾ ദേ വീഡിയോ ഒന്ന് ഫുള്ളാവണം കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ദേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റും കൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പം നമുക്ക് ദേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആളെണ്ണം അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവേ. അപ്പോൾ ദേ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു അരമുറി തേങ്ങയാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറികൾക്ക് എപ്പോഴും നമ്മൾ ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് അല്ലേ. അപ്പോൾ ഒരു 5-6 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേ ഒരു പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്, അല്ലാതെ ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ തേങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ അതുപോലെ നമ്മൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. അതിലേക്ക് കടുക് പൊട്ടിക്കുക. നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ചേർത്തു. നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളക് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, നമുക്ക് കുറുകുറായിരിക്കണ്ടേ. അപ്പോൾ ആവശ്യത്തിന് ആ ഒരു വെള്ളം മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരുപാട് വെള്ളം ചേർത്താൽ നല്ല ലൂസ് പരുവത്തിലിരിക്കും. അപ്പോൾ എനിക്കിവിടെ കുറുകുറാ ഉള്ള ചമ്മന്തിക്കറിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാനൊരു ടിപ്പ് പറയാന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നല്ലേ, നമ്മുടെ ചമ്മന്തിക്കറി നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചേർത്തില്ലേ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇത് തിളയ്ക്കാൻ സമ്മതിക്കരുത് കേട്ടോ, ഒട്ടും തന്നെ ഇത് തിളച്ച് വരരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി, നന്നായിട്ടൊരു 2-3 ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം വിട്ടുപോകും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചമ്മന്തിക്കറി കിട്ടത്തില്ലോ, വെള്ളവും കൊത്തും പോലെ കിടക്കും കേട്ടോ ചമ്മന്തിക്കറി. അപ്പോൾ ഒരിക്കലും ചമ്മന്തിക്കറി തിളച്ച് വരാനായിട്ട് സമ്മതിക്കല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറുകുറാ ഇരിക്കുന്ന അടിപൊളി നല്ല ചമ്മന്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാവേ. നല്ല സോഫ്റ്റ് ദോശയോടും ഇഡലിയോടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തിക്കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ ബൈ.